ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളത് നിഖിലേഷ് ചേട്ടനാണ്. നിഖിലേഷ് ചേട്ടൻ വിദേശത്താണ്. നാട്ടിലുള്ള വൈഫിനെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു ഇത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് ബോക്സ് കൂടി കൊടുക്കാനുണ്ടായിരുന്നു. കേക്കിൻ്റെ ഓർഡർ എനിക്ക് കുറച്ച് ദിവസം മുന്നേ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗിഫ്റ്റിൻ്റെ കാര്യം എന്നോട് തലേദിവസമാണ് പറയുന്നത്. നീ പുറത്തെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആള് വേറൊരു കസ്റ്റമർ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ വൈഫ് എൻ്റെ കൂടി ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ചക്കരക്കല്ലിലേക്ക് പോയി അവിടുന്ന് ചെറിയൊരു ഗിഫ്റ്റ് ബോക്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഗിഫ്റ്റ് സെറ്റ് ചെയ്തു. കേക്കിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് തലേന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് റൗണ്ട് കേക്കിൽ ചെയ്ത വർക്കായിരുന്നു. ഇതിനെ ഹെഡ് ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു സെയിം ഡിസൈൻ ചെയ്തോളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് റെഡ് ഡ്രോപ്പ് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഫോണ്ടൻ ഹേർട്ട് അവിടെ എവിടെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലൊരു ഹാപ്പി ആനിവേഴ്സറി ടോപ്പറും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഫോണ്ടനിൽ തന്നെ ഒരു 4 ഹേർട്ട് വുഡിൻ്റെ സ്റ്റിക്കിൽ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. കേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വെച്ചിട്ടുള്ള പെയിൻറ്റിങ് ഞാൻ തന്നെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേക്കൊന്നും ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ ചില ഹോബികളുണ്ട്. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് ഇഷ്ടമായവർ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി ഗിഫ്റ്റ് ബോക്സ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുഞ്ഞു ബണ്ണി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഹെയർ ക്ലിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കിറ്റ്കാറ്റും സ്നിക്കേഴ്സും ഡയറി മിൽക്കുമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു നെയിൽ പോളിഷും ഒരു കമ്മലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്തത് നിഖിലേഷ് ചേട്ടൻ തന്നെയായിരുന്നു. ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 2 റെഡ് ഫ്ലവർ കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ലുക്ക് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കേക്കാണോ അല്ലെ ഗിഫ്റ്റ് ബോക്സ് ആണോ അതെൻ്റെ പെയിൻറ്റിംഗ് ആണോ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവരെ വീട് വരുന്നത് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞാനും മോനും നടന്നിട്ടായിരുന്നു ഇത് ഗിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റൊക്കെ കിട്ടിയ ആള് നല്ല സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നിഖിലേഷ് ചേട്ടൻ വിളിച്ചിട്ട് നല്ല ഫീഡ്ബാക്കാണ് തന്നത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.